നമസ്കാരം. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ പോലീസിന്റെ അതിക്രമം ബോധപൂർവം എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഷാഫി പറമ്പിലിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി വീശി അടിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ലെന്നായിരുന്നു പോലീസ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ പോലീസിന്റെ ന്യായീകരണങ്ങൾ, പോലീസിന്റെ ന്യായവാദങ്ങൾ പൊളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കരുതിക്കൂട്ടി ടാർഗറ്റ് ചെയ്ത് ഷാഫി പറമ്പലിന്റെ തലയടിച്ചു പൊളിക്കുകയായിരുന്നു. കോഴിക്കോട് റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് ഈ നരനായാട്ട് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. IPS കൺഫേം ചെയ്ത് നൽകിയതിന്റെ നന്ദിയാണ് CPM-നോട് ഈ SP കാണിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണവുമായി രാഹുൽ മാങ്കൂട്ടമടക്കം രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാ നേതാക്കന്മാരുടെയും ചോര വീണാലും ഈ പ്രസ്ഥാനം നിലനിൽക്കുമെന്നും സർക്കാരിന്റെ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ. യഥാർത്ഥത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണിത്. സ്വർണ്ണക്കൊള്ള പിണറായി സർക്കാരിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. പിണറായി സർക്കാരിന്റെ തുടർ ഭരണമെന്ന മോഹത്തിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു സ്വർണ്ണക്കൊള്ള വിഷയം. ഈ വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, ഈ വിഷയത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം കണ്ടുകിട്ടണമായിരുന്നു, എന്തെങ്കിലും ഒരു വിഷയം വീണ് കിട്ടണമായിരുന്നു സർക്കാരിന്. ആ സർക്കാരിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തിൽ പോലീസ് തന്നെ പിണറായിയോട് നന്ദി കാണിച്ചിരിക്കുന്നു. കാക്കിയിട്ട പോലീസുകാർ CPM-കാരായി മാറിയാൽ ഇങ്ങനെ ഇരിക്കും അവസ്ഥ എന്ന് കേരളം മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പാർലമെന്റ് അംഗത്തെ ആഞ്ഞടിക്കുകയാണ് തലയിലേക്ക്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അപ്പൊ എത്രത്തോളം വൈരാഗ്യത്തോടു കൂടി, എത്രമാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഷാഫി പറമ്പലിനെതിരെയുള്ള ആക്രമണം നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഷാഫിയുടെ തല പൊട്ടുന്ന രീതിയിൽ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്താനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനം. ഷാഫി പറമ്പിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ. എല്ലായിടത്തും സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം നടക്കും. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രതിഷേധ സംഗമം നടത്താനായി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, UDF തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധം പോലീസിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കും. എന്തായാലും പിണറായി വിജയന് നന്ദി കാട്ടിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി പിണറായി വിജയന് വലയം തീർത്തിരിക്കുകയാണ്, സംരക്ഷണം തീർത്തിരിക്കുകയാണ് കേരള പോലീസ്. തിന്ന കൂലിക്ക് നന്ദി കാണിച്ചിരിക്കുന്നു CPM പോലീസ്. എന്തായാലും ഇത് ഷാഫി പറമ്പലിനെതിരെയുള്ള ആക്രമണം കരുതിക്കുട്ടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിലെ പോലീസ് കാണിച്ച അതിബുദ്ധിയാണ്. ഈ വിഷയത്തിൽ നിന്ന്, സ്വർണ്ണപ്പാളി മോഷണ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇനി കോൺഗ്രസുകാരും UDF-കാരും പ്രതിഷേധം നടത്തും. ആ പ്രതിഷേധം അക്രമാസക്തമാകും. അങ്ങനെ പതിയെ പതിയെ സ്വർണ്ണപ്പാളി വിഷയം കേരളത്തിലെ ജനങ്ങൾ മറക്കുമെന്നുള്ള വലിയ കണക്കുകൂട്ടലിലാണ് ഈ ഒരു അതിക്രമത്തിന് കേരളത്തിലെ പോലീസ് തുനിഞ്ഞത്.